പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ്. നമ്മുടെ ചുറ്റിക്കറങ്ങി വരുന്ന ഒരു പുറകിലത്തെ ഭാഗമാണിത്. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ പോവാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം 2:25 പുറപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്സിനാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ആ യാത്രയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാമത്തെ പ്ലാറ്റ്ഫോം കണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് 1-ാമത്തെ പ്ലാറ്റ്ഫോം, അപ്പുറ വരുന്നത് 2-ാമത്തെ പ്ലാറ്റ്ഫോം. പിന്നതേ ഇവിടെയാണ് നമ്മളെ ലെവൽ ക്രോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ കണ്ടോ, ലെവൽ ക്രോസ് കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. ഇവിടെ എങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷൻ BDJ എന്നാണ് നമ്മുടെ കോഡ് വരുന്നത് നമ്മുടെ ഈ സ്റ്റേഷൻ്റെ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ വണ്ടി വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് 5:40 നമ്മുടെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഷൊർണൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും ഓടുന്ന വണ്ടിയാണ്. എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:10 കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 8:30 ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന ഒരു ദിവസവും ഡെയിലി റൺ ചെയ്യുന്ന വണ്ടിയാണ്. ഷൊർണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ പോകുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, MGR ചെന്നൈ സെൻട്രൽ വണ്ടിയാണ്. മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയാണ് കേട്ടോ. മംഗളൂരു സെൻട്രൽ MGR ചെന്നൈ സെൻട്രൽ അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ വന്നിരിക്കുകയാണ്. ഈ 17-ാമത്തെ ഇവിടെയാണ് നമ്മുടെ കോച്ച് പൊസിഷൻ വരുന്നത്. നമ്മുടെ കോച്ച് വരുന്നവർ കേട്ടാ S4-ലാണ് നമ്മുടെ കോച്ച് വരുന്നത്. വടകര റെയിൽവേ സ്റ്റേഷനിൽ 2 മിനിറ്റിലത്തെ ഹോൾഡിന് ശേഷം നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുകയാണ്. സമയം ഇപ്പോൾ 5:48. ഇവിടെയൊക്കെ വർക്ക് നടക്കുക കേട്ടോ. റോഡ് പണി നടക്കുന്നുണ്ട്, സ്റ്റേഷൻ പണി നടക്കുന്നുണ്ട്, കുറേ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനോട് യാത്ര പറഞ്ഞുകൊണ്ട് പോവാണ്.
ഒരു റോഡിന് പാരലായിട്ടാണ് നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ക്രെയിനൊക്കെ കണ്ടോ, അവിടെ ഒരു മിക്സിങ്ങിൻ്റെ മെഷീൻ ഉണ്ട്. എല്ലായിടത്തിലും റോഡ് പണി, ട്രാക്ക് പണി, സ്റ്റേഷൻ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ മെയിൻ്റെനൻസ് വർക്കാണ് എല്ലായിടത്തിലും. നമ്മുടെ വണ്ടി ഇപ്പം അങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ, കൊയിലാണ്ടി സ്റ്റേഷനാണ്. അവിടെയൊക്കെ ഒരു 10-12 കിലോമീറ്ററും കൂടിയാണ് കാണിക്കുന്നത്. ട്രെയിനിപ്പം പറക്കാൻ കേട്ടാ, ട്രെയിനിപ്പം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് 100+ സ്പീഡിലാണ് പോകുന്നത്. നല്ല സ്പീഡ് കേട്ടാ, മിന്നിച്ചോണ്ട് പോവാണ് ലോക്കോ പൈലറ്റ്. ട്രെയിൻ ഇപ്പം അങ്ങനെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം 6:09. 1 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. ഒരു മിനിറ്റിലത്തെ ഹോൾഡിന് ശേഷം കൊയിലാണ്ടിയിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് നമുക്ക് വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ബൈ. അങ്ങനെ വെസ്റ്റ് ഹിൽ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ വഴി അവിടെ നിന്ന് വേറെ ലൈനാണല്ലോ ബാംഗ്ലൂരേക്ക്. ബാംഗ്ലൂർ പോയാലും എറണാകുളത്ത് പോയാലും തൃശ്ശൂർ പോയാലും തിരുവനന്തപുരത്ത് പോയാലും അങ്ങോട്ടൊക്കെ പോയാലും ഞാൻ ഇറങ്ങാറ് തിരിച്ച് വരില്ലേ. നമ്മളവിടെയൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എന്തായാലും വരില്ലേ. ആ സമയത്ത് ഇറങ്ങാറ് വടകരയാണ്. വടകര ഇറങ്ങിയാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടും. അങ്ങനെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലൂടെ നടന്നാൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് പേരാമ്പ്രക്കുള്ള ബസ് കയറിയാൽ എനിക്ക് പന്നിമുക്കിലാണ്. പന്നിമുക്കിന്ന് ഓട്ടോ ഉണ്ടാവും, ഇല്ലെങ്കിൽ ബസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഏട്ടന്മാരെ കാറോ ജീപ്പോ അല്ലെങ്കിൽ ഓസിയൊക്കെ അടിച്ച് ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നടത്തി അവിടുന്ന് ഒരു മിനിറ്റൊക്കെ വീട്ടിലേക്ക് നടക്കാനുണ്ടാവും. പക്ഷെ അതിലുപരിയായിട്ട് ചില സമയത്ത് ഞാൻ എൻ്റെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം ലഭിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ കോഴിക്കോട് ഇറങ്ങാൻ പറയുമ്പോൾ എനിക്ക് പ്രത്യേക ഫീലാണ്. കോഴിക്കോടൊന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ഞാനൊന്ന് സ്റ്റേഷനൊക്കെ നോക്കി. എനിക്കത് എങ്ങനെയും പറയേണ്ട അറിയില്ല കേട്ടോ, ഭയങ്കര ഒരു ഫീലാണ്. എന്നിട്ട് ഞാനെന്ത് പണിയും മെല്ലെ നടന്ന് നമ്മുടെ മുട്ടായി തെരുവിലൂടെ പതിയെ നടന്നു പോകും. അപ്പോൾ മുട്ടായി തെരുവിലൂടെ പോകുമ്പോഴുള്ള ആ ഒരു ഫീല് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫീലാണ് എന്നെ സംഭവിച്ചോളൂ. എനിക്ക് ദൂരെ ഇഷ്ടമാണ് മുട്ടായി തെരുവ്. കോഴിക്കോട് പേഴ്സണലി എൻ്റെ നാടായതുകൊണ്ട് ഞാൻ പൊക്കി പറയല്ല, എനിക്ക് ഭയങ്കര ഫീലാണ്. എന്നിട്ട് മുട്ടായി തെരുവ് കൂടി നടന്ന് കുറച്ച് അവിടെയൊക്കെ ഇരുന്ന് അവിടെ ഒരു പ്രതിമയില്ല എൻട്രൻസിൽ നമ്മൾ കാരിനെടുത്തിൽ, ആ പ്രതിമേൻ്റെ അടുത്തൊക്കെ ഇരുന്ന് അവിടെ ഒരു ജ്യൂസിൻ്റെ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ചിക്കു ഷേക്കോ അല്ലെങ്കിൽ സീതാഫലോ ആപ്പിൾ ഷേക്കോ എന്തെങ്കിലും ഒരു ഷേക്കൊക്കെ കഴിച്ച് അങ്ങനെ വല്ലതും നടന്ന് ബസ് സ്റ്റോപ്പിലൊക്കെ പോയി അവിടുന്ന് കോഴിക്കോട് നിന്ന് പേരാമ്പ്രയ്ക്ക് ബസ് കയറി, പേരാമ്പ്രയിൽ നിന്ന് അവളേക്ക് ബസ് കയറി, അങ്ങനെയൊക്കെയാണ് പോകാറ്. അപ്പോൾ കോഴിക്കോട് നിന്നുള്ള ചേട്ടന്മാർ, കോഴിക്കോട് ജില്ലയിലുള്ള ചേട്ടന്മാരാരെങ്കിലും അല്ലെങ്കിൽ ചേച്ചിമാരോ ഇക്കന്മാരോ ഇത്തത്തമാരോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോടിനെ പറ്റിയുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ അഭിപ്രായം ഒന്ന് കമൻ്റ് അടിക്കണേ. അപ്പോൾ എങ്ങനെയല്ല നമ്മുടെ കോഴിക്കോട് അടിപൊളിയില്ലേ? സമയം 6:29. വണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ.
സമയം ഇപ്പം 6:29 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 3 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ വരുന്ന ഹോൾഡ്. 3 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. മെല്ലെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം 6:49. വണ്ടി അങ്ങനെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വണ്ടിക്ക് ഇവിടെ 1 മിനിറ്റാണ് ഹോൾഡ് വരുന്നത്. 1 മിനിറ്റ് ഹോൾഡിന് ശേഷം ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് വിട. ട്രെയിൻ അങ്ങനെ പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 1 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വന്നത്. 1 മിനിറ്റിന് ശേഷം വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയാണ്. നമ്മുടെ വണ്ടി അങ്ങനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:30. 2 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. സിഗ്നൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ തിരൂർ സ്റ്റേഷനായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സിഗ്നൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വണ്ടി താനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ സ്റ്റേഷനിലെ ഹോൾഡും കാര്യങ്ങളൊന്നും പറയാൻ. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടുന്ന് പൊറോട്ടയും വെജ് കുറുമയും വാങ്ങിച്ചിരുന്നു. അത് നമ്മൾ താനൂരെത്തിയപ്പോൾ കഴിച്ചു. പിന്നെ തിരൂർ നമ്മൾ കാണിച്ചു, അവിടുത്തെ ഹോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്നത് കുറ്റിപ്പുറം സ്റ്റേഷനാണ്. വളരെ കുറച്ചടുത്താണ്, 2-3 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. കുറ്റിപ്പുറം സ്റ്റേഷനിലാണ് ഇനി നമ്മൾ വണ്ടിക്ക് അടുത്തായിട്ട് സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിരിക്കുകയാണ്. കുറ്റിപ്പുറം സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് നമ്മൾ. കുറ്റിപ്പുറം സമയം 8:02. കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 1 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. നമ്മുടെ വണ്ടി അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു കർവിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയുന്നെങ്കിൽ, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് വണ്ടി അവിടെ നിർത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ക്യാമറ ഓണാക്കി കാര്യം പറയുമ്പോഴത്തേക്ക് വണ്ടി മൂവ്. അതുകൊണ്ടാണ് ഒരു 4-5-6 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയേണ്ടി വരുന്നത്. വണ്ടി ഇന്ന സ്റ്റേഷനിൽ എത്തി 3 മിനിറ്റ് ഹോൾഡുണ്ട്, വണ്ടി എടുക്കാൻ പോകുകയാണെന്നൊക്കെ. പിന്നെ വലിയ വലിയ സ്റ്റേഷനിലൊക്കെ 3 മിനിറ്റ് 5 മിനിറ്റ്, ഷർണൂരൊക്കെ 5 മിനിറ്റ് ഹോൾഡ് ഉണ്ട്, കോഴിക്കോട് 3 മിനിറ്റൊക്കെ ഹോൾഡ് ഉണ്ടെന്ന് തോന്നുന്നത്. അതിന് ഓടിപ്പിടിക്കേണ്ട. എല്ലാ സ്റ്റേഷനിലും അധികം ഹോൾഡ് കൊടുത്താൽ ഇവർ പറയുന്ന സമയത്ത് ട്രെയിന് അവിടെ എത്തേണ്ടടത്തിൽ എത്തില്ലല്ലോ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ട്രെയിൻ അങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 1 മിനിറ്റാണ് വണ്ടിക്കൂടെ ഹോൾഡ് വരുന്നത്. നമ്മൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇതാ നമുക്ക് തൊട്ട് മുന്നിലാണുള്ളത്. RRI cabin, ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 2063 തിരുവനന്തപുരം കാസർഗോഡ്
വന്ദേ ഭാരത് എക്സ്പ്രസ് 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൻ കൃപയാ ധ്യാൻ ദേ. സമയം 8:35. നമ്മുടെ വണ്ടി അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. 5 മിനിറ്റിന് ശേഷം ഇവിടുന്ന് വണ്ടി പുറപ്പെടും. ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മുടെ വണ്ടിക്ക് വരുന്ന ഹോൾഡ് എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. പക്ഷേ വണ്ടി ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് ഏകദേശം 15 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നേരത്തെ പോയ വന്ദേ ഭാരത് അത് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് പോയി കഴിഞ്ഞ ശേഷമായിരിക്കും ട്രാക്ക് ഒഴിയുക. സിംഗിൾ ട്രാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ടാവില്ല. ട്രാക്കിൽ വല്ല മെയിൻ്റെനൻസ് വർക്കോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സിഗ്നൽ കിട്ടാത്തത്. അതിന് വണ്ടി മൂവ് ചെയ്യാത്തത്. പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് മംഗലാപുരം സെൻറ്ററിലോട്ട് ഷൊർണൂർ ജംഗ്ഷൻ വരെ ഒരു ടി ടി ആണ് ഉണ്ടാവുക. ടി ടി മാറില്ല. ടി ടി മാറുക ഷൊർണൂർ ജംഗ്ഷൻ എത്തുമ്പോൾ ആദ്യമുള്ള മംഗലാപുരം എന്നുള്ള ടി ടി ഇവിടെ ഇറങ്ങിയിട്ട് പുതിയ ടി ടി കാര്യമാണ് ചെയ്യാറ്. നമ്മുടെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് കണ്ണൂർ യശ്വന്തൂർ എക്സ്പ്രസ് ആണ്. കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോകുന്ന കണ്ണൂർ യശ്വന്തൂർ എക്സ്പ്രസ് ആണ്. പക്ഷേ ഇത് പോയി കഴിഞ്ഞിട്ടായിരിക്കാം നമ്മുടെ വണ്ടി വിടുക. will depart 22 hours 10 minutes from platform number 6. നമ്മുടെ ട്രെയിൻ അങ്ങനെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റായിരുന്നു ഇവിടെ ഹോൾഡ് വന്നത്. ഇവിടെ 9:48 എത്തി. 9:49 ഇവിടുന്ന് പുറപ്പെട്ടു. വടക്കാഞ്ചേരി. നമ്മുടെ വണ്ടി അങ്ങനെ പൊങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല. പക്ഷെങ്കിൽ സിഗ്നൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടുന്ന് വണ്ടി എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തൊട്ടായാലും കുറേ ടൈമായിട്ടാണ് തൃശ്ശൂർ എത്താനായി. ഇവിടെ അങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊട്ട് ഇഷ്ടം അത്. എന്താ ചെയ്യുക, കുറേ ടൈം പൊൻകുന്നം പിടിച്ചിട്ടിരുതേ. ഇവിടെ നമ്മളെ വണ്ടി എടുക്കാൻ കിട്ടാ. പൊൻകുന്നം എന്തൊട്ടായാലും ടൈം ഇപ്പം 10:32 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ എന്താണ് ചെയ്യുക, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണല്ലേ. അപ്പം ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് ഹോൾഡ് വരുന്നത്. അപ്പോൾ വണ്ടി ഇപ്പം എടുക്കും. നമ്മൾ ഇതിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ വണ്ടി അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3-4 മിനിറ്റായി. മൊബൈൽ ചാർജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ചില സ്റ്റേഷനിലൊക്കെ ഇതിൽ സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനിലൊക്കെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പോകുന്നുണ്ട്. സിഗ്നൽ കിട്ടാത്തതിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഇരിഞ്ഞാലക്കുട സ്റ്റേഷനാണ്. പിന്നെ ചാലക്കുടി, അങ്കമാലി, ആലുവ, എറണാകുളമൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് ഉറങ്ങാനുള്ള സമയം നമ്മുടെ പാസഞ്ചേഴ്സിൽ ഉറങ്ങി തുടങ്ങി. അവർക്കൊന്നും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മൾ യാതൊരു കാരണവശാലും വീഡിയോ ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കൊല്ലത്തെങ്ങാനായിരിക്കും എത്തുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെയാണ് എത്തുന്നത് അവിടെ നിന്നുള്ള വീഡിയോ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നലെ നമ്മൾ കിടന്നത് ഇരിഞ്ഞാലക്കുടയിൽ വെച്ചായിരുന്നു. ഒരു കൊല്ലത്തെങ്ങാനും എത്തുമ്പോൾ എണീക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അലാറൊന്നും വെച്ചില്ല, മൊബൈലിൽ ചാർജ് ചെയ്യില്ലായിരുന്നു. അങ്ങനെ എണീറ്റത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ, അതായത് തിരുവനന്തപുരം, നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു. നമ്മൾ വന്ന വണ്ടി ഇതാണ്. തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ 16347 16348. അപ്പോൾ കൊല്ലത്ത് നിന്ന് എണീക്കണം എന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും നടന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ തുടങ്ങിയ യാത്ര നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.